ഹലോ, വെൽക്കം ടു മൈ ചാനൽ, യൂട്യൂബ് ചാനൽ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരെല്ലാവരും എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിലെ വലിപ്പക്കുറവിനുള്ള പ്രധാന കാര്യമാണ്. നമ്മുടെ വീടുകളിൽ ഇപ്പോൾ എല്ലായിടത്തും സർവ്വസാധാരണമായിട്ട് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ ഓൾമോസ്റ്റ് ഇപ്പോൾ നമ്മുടെ എല്ലാ വീടുകളിലും ഉണ്ടാവുമല്ലോ അല്ലേ. പക്ഷേ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് നമ്മുടെ കടകളിൽ നിന്ന് മേടിക്കുന്നത്ര വലിപ്പം നമ്മുടെ വീടുകളിലുള്ള ഡ്രാഗൺ ഫ്രൂട്ടിൽ ഉണ്ടാവാറില്ല. അതിൻ്റെ ഒരു പ്രധാന കാര്യമെന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിലെ പൊട്ടാഷ്യത്തിൻ്റെ അളവ്, കാൽസ്യത്തിൻ്റെ അളവ് കുറവ് മൂലമാണ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കായകൾക്ക് വലിപ്പക്കുറവ് സംഭവിക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ പൊട്ടാഷ്യം നമുക്ക് കാൽസ്യമൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. പക്ഷേ അതിനേക്കാളും ജൈവ രീതിയിൽ നമുക്ക് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മുടെ പൊട്ടാഷ്യത്തിൻ്റെ അളവ്. നമ്മൾ നോർമലി നമ്മുടെ വീടുകളിൽ എല്ലാവർക്കും വാഴപ്പഴം ഉണ്ടാവാറുണ്ടല്ലോ അല്ലേ, നമ്മളത് കടകളിൽ നിന്ന് മേടിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ഈ തൊണ്ട് എന്ത് ചെയ്യാറാണുള്ളത്, സാധാരണയായിട്ട് നമ്മൾ ഈ തൊണ്ട് വലിച്ചെറിയാറാണുള്ളത് അല്ലേ. പക്ഷേ ഈ തൊണ്ടിൽ ധാരാളം പൊട്ടാഷ്യവും കാൽസ്യവും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അല്ലേ. പക്ഷേ നമ്മളിത് കളയാറാണ് പതിവ്. ഈ പഴത്തൊലി വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വളം ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്, നമ്മൾ ഉപയോഗിച്ച പഴത്തൊലി എല്ലാം നമ്മളൊന്ന് ശേഖരിച്ച് വെക്കുക. നമ്മുടെ മുട്ടത്തോടിൽ ധാരാളം കാൽഷ്യം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ പഴത്തൊലി നമ്മളൊരു കുപ്പിയിലിട്ട് വെച്ചിട്ട് വെള്ളം ഒഴിച്ച് കുപ്പിയിലിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് അടച്ച് വെക്കുക കേട്ടോ. വെച്ചിട്ട് ഒരു 30 ദിവസത്തിനുള്ളിൽ 30 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ആ മിശ്രിതം എടുത്ത് ആ വെള്ളം നമ്മളൊരു മഗ്ഗിൽ ഒഴിച്ചിട്ട് ആ മഗ്ഗിൽ 3 ഇരട്ടി, അതായത് ഇപ്പോൾ നമ്മൾ ഒരു മഗ്ഗ് എടുക്കുകയാണെങ്കിൽ 3 ഇരട്ടി, അതായത് 2 ഇരട്ടി 3 ഇരട്ടി വെള്ളം, അതായത് ഒരു മഗ്ഗിൽ ഒരു 3 കപ്പ് വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ട് ഒരു ബക്കറ്റിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒഴിച്ച് കൊടുക്കുന്നതിന് കൂടെ തന്നെയാണ് നമ്മൾ ഏതെങ്കിലും ഒരു വളം, ഇതിപ്പോൾ ബയോഡൈറ്റാണ്, നമ്മൾ ഈ വളം തന്നെ വേണമെന്നില്ല, നമ്മുടെ ചാണകപ്പൊടി, നമ്മുടെ വീട്ടിലുള്ള എന്തെങ്കിലും ഒരു കമ്പോസ്റ്റോ എന്തെങ്കിലും ഒരു വളം നമ്മൾ അതുപോലെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു മിശ്രിതത്തോടെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് വിത്തിൻ സെക്കൻഡ്സ് ഈ ഒരു വളം കൊടുത്തതിന് ശേഷമുള്ള ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ്. എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു വ്യത്യാസം എനിക്ക് കിട്ടിയത് കൊണ്ടാണ്, ഞാൻ 100% പ്രൂഫുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത്. ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഡ്രാഗൺ ഫ്രൂട്ട് ഉള്ളവരെല്ലാം ട്രൈ ചെയ്ത് നോക്കുക അല്ലേ. നമുക്ക് പഴത്തൊലിയൊക്കെ വീട്ടിൽ നിഷ്പ്രയാസം കിട്ടുന്ന സാധനമാണല്ലോ. അപ്പോൾ നമ്മളിത് ഇതുപോലെ ഒന്ന് വെള്ളത്തിലിട്ടിട്ട് നമ്മളതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെയാണ് നമ്മൾ പൊട്ടാഷ്യം, കാൽസ്യം ഒക്കെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിന് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ മുട്ടത്തോട് നന്നായിട്ടൊന്ന് നമ്മളിങ്ങനെ കൊണ്ട് മണ്ണിലിടുകയാണെങ്കിൽ ഇതൊന്ന് മണ്ണിലേക്ക് ലയിച്ച് വരാൻ നല്ല താമസം എടുക്കും. ഇത് നമ്മളൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ മുട്ടത്തോട് നന്നായിട്ടൊന്ന് നമ്മുടെ ഉപ്പ് പോലെ ഗ്രേറ്റ് ആയിട്ട് വരും. ആ ഉപ്പ് പോലുള്ള പൊടി നമ്മൾ എന്ത് ചെയ്യുക, ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ മണ്ണിലേക്ക് നമ്മളിങ്ങനെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അതും നന്നായിട്ട് കാൽസ്യത്തിൻ്റെ അളവും പൊട്ടാഷ്യം നമ്മുടെ വളവും എല്ലാം കൃത്യ അളവിൽ കിട്ടുമ്പോൾ, അതുപോലെ തന്നെ നമ്മൾ ഈ വളങ്ങൾ കൊടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് നനച്ച് കൊടുക്കുക. മഴയുണ്ടെങ്കിൽ നനയ്ക്കണ്ട, പക്ഷെ മഴയില്ലാത്ത സാഹചര്യത്തിൽ നമ്മളൊന്ന് നനച്ച് കൊടുക്കുക. നനച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഫ്രൂട്ടിൻ്റെ വ്യത്യാസം കണ്ട് നിങ്ങൾക്ക് തന്നെ ഒരു 300-200 ഗ്രാം ഉണ്ടാകുന്ന ഫ്രൂട്ട് 1 കിലോയുടെ അടുത്ത് ഒരു 750-800 ഗ്രാമിനടുത്ത് വരും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.